ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായല്ലേ. അപ്പം എല്ലാ ദിവസവും ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ജിമ്മിൽ വരാം എന്നുള്ളൊരു മൈൻഡുമായിട്ട് ഇരിക്കുമെങ്കിലും ഇതുവരെയായിട്ട് ജിമ്മിൽ വരാൻ പറ്റിയിട്ടില്ല. അതായത് ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം ഭയങ്കരമായിട്ട് ടയേർഡും അല്ലെങ്കിൽ ഭയങ്കര ഒരു മടി പിടിച്ചൊരവസ്ഥയായിരുന്നു. അപ്പം ഈ ഒരു സിനാരിയോ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പ്രൊലോങ്ഡായി പോകുമായിരുന്നു. അപ്പം ഞാൻ കറൻ്റ്ലി ഇപ്പം ജിമ്മിൽ വന്നിട്ട് 3 ആഴ്ച ആയിട്ടുണ്ടാകും. പക്ഷേ ഇതിൻ്റെ ഇടയിലൊക്കെ ഓൺ ആൻഡ് ഓഫ് ഞാൻ വരുന്നുണ്ടായിരുന്നെങ്കിലും ആ റെഗുലറായിട്ടുണ്ടായിരുന്നൊരു റുട്ടീൻ അങ്ങ് ഇല്ലാണ്ടായിരിക്കുകയാണ്. അപ്പം ബാക്ക് ടു ബാക്ക് ഞാൻ മാക്സിമം ശ്രമിച്ചിട്ട് എനിക്ക് ജിമ്മിൽ പോകേണ്ടിരുന്ന സമയത്ത് ഐ തോട്ട് ലൈക്ക് ഇറ്റ് മൈറ്റ് ബി വിറ്റാമിൻ ഡെഫിഷ്യൻസി എന്നുള്ളതിൽ എനിക്കങ്ങനെ ഒരു തോട്ട് പോയി. കാരണം ഇതിന് മുന്നേ ഞാൻ നാട്ടിൽ പോകുന്നതിന് മുന്നേ എനിക്ക് വിറ്റാമിൻ ഡെഫിഷ്യൻ്റ് ആയിരുന്നു. ആ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻ്റ് ആയിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് മൂഡ് ഡൗൺ ആയിരിക്കും. നമുക്കിനി എത്ര മൈൻഡിൽ നമ്മളിങ്ങനെ ഒരു എനർജി എടുത്ത് വെച്ച് കഴിഞ്ഞാലും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതിന് മുന്നേ ഞാൻ ആ ഒരു സിനാരിയോ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് തന്നെ ഇത് ഓർമ്മ വന്നുകൊണ്ട് എനിക്ക് ആദ്യം തന്നെ അത് കത്തിയിരുന്നു. സോ വിറ്റാമിൻ ഡി ടെസ്റ്റിംഗ് കിറ്റ് നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ പറ്റുന്നതാണ് UK. സോ ഞാൻ ഹോം ബാഗേഴ്സിൽ നിന്നൊരു വിറ്റാമിൻ ഡി ടെസ്റ്റിംഗ് കിറ്റ് വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി. സോ ആസ് പെർ ദ ടെസ്റ്റിംഗ് കിറ്റ് എനിക്ക് ലോ ആണ്, അതായത് ഡെഫിഷ്യൻ്റ് അല്ല, 10 to 30 എന്നുള്ളൊരു റേഞ്ചിലാണ് ആ ഒരു കാർഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്. സോ ഐ സ്റ്റാർട്ടഡ് ടേക്കിംഗ് മൈ സപ്ലിമെൻറ്റ്സ്. അപ്പം വിറ്റാമിൻ ഡി വീണ്ടും എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നാട്ടിൽ പോയ സമയത്ത് ചെക്ക് ചെയ്ത സമയത്ത് എൻ്റെ റേഞ്ച് ഓക്കെ ആയതുകൊണ്ട് ഞാൻ വിറ്റാമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുക്കുന്നത് നിർത്തിയിരുന്നു. സോ ബാക്ക് ടു വിറ്റാമിൻ ഡി സപ്ലിമെൻറ്റ്സിലേക്ക് നമ്മൾ തിരിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിൻലി കാണിക്കാൻ പോകുന്നത് വെച്ചാൽ എൻ്റെ യൂഷ്വൽ വാമപ്പ് എക്സസൈസാണ്. ആരും തന്നെ വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ ജിമ്മിൽ എത്തിയ ഉടനെ ചാടിക്കയറി നമ്മൾ വർക്കൗട്ടിലേക്ക് കിടക്കാറില്ല. അതിന് മുന്നേ നമ്മളൊരു വാമപ്പ് ചെയ്ത് അല്ലെങ്കിൽ റുട്ടീൻ മൂവ്മെൻറ്റ്സ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് കിടക്കാറ്. അപ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ഇങ്ങനെ വാമപ്പ് ചെയ്യാറില്ല അല്ലെങ്കിൽ ചാടി കയറി അങ്ങ് വർക്കൗട്ട് സെഷനിലേക്ക് കിടക്കുന്ന ഒരു ശീലമാണ് ഇത്രയും കാലമായിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ ഒരു ശീലം മാറ്റാനാക്കുക. വർക്കൗട്ട് തുടങ്ങുന്നതിന് മുന്നേയും വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം സ്ട്രെച്ചിങ്ങും അതുപോലെ തന്നെ റുട്ടീൻ മൂവ്മെൻറ്റ്സും ചെയ്യാനാക്കുക. ഞാൻ യൂഷ്വലി എൻ്റെ വർക്കൗട്ട് സെഷന് മുന്നേ ഒരു ലീസ്റ്റ് വെയ്റ്റ് ഓഫ് ഡംബിൾ മേ ബി ലൈക്ക് 3 or 4 കിലോ ഡംബിൾസ് എടുത്തിട്ട് ഫ്രണ്ട് റേസ്, ഷോൾഡേഴ്സ്, അതുപോലെ തന്നെ ഷോൾഡേഴ്സിൻ്റെ സൈഡ് റേസ്, അതുപോലെ തന്നെ ഓവർ ഹെഡ് റേസ്, പിന്നെ കുറച്ച് പുഷപ്പ്, അതുപോലെ തന്നെ ഡെഡ് ഹാങ് എന്നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ വാമപ്പായിട്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വർക്കൗട്ട് സെഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ മാക്സിമം ഏത് പാർട്ടാണ് ചെയ്തേക്കുന്നത് വെച്ചാൽ ആ പാർട്ടിനുള്ള സ്ട്രെച്ചിങ് എക്സസൈസ് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാം ശ്രമിക്കാറുണ്ട്. ഇനി അഥവാ എനിക്ക് ടൈമില്ല എൻ്റെ വർക്കൗട്ടിന് ശേഷം എന്നുള്ള സമയത്ത് മാത്രമേ ഞാൻ ഈ സ്ട്രെച്ചിങ്, അതായത് വർക്കൗട്ട് കഴിഞ്ഞിട്ടുള്ള സ്ട്രെച്ചിങ് സ്കിപ്പ് ചെയ്യാറുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും വർക്കൗട്ടിന് ശേഷം ഇങ്ങനെ സ്ട്രെച്ചിങ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് പ്രത്യേകം എടുത്ത് മനസ്സിലാവുന്നതായിരിക്കും. പിറ്റേത്തെ ദിവസത്തേക്ക് ഉണ്ടാകുന്ന സോർനെസ് അല്ലെങ്കിൽ ആ ഒരു പെയിനൊക്കെ ഭയങ്കരമായിട്ട് കുറയുന്നതായിരിക്കും. സോ ഇതുവരെയായിട്ട് നിങ്ങൾ സ്ട്രെച്ചിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനാക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.